ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണെങ്കിലും സംഗതി എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ളൊരു മെറ്റീരിയൽ ഷോപ്പിൽ വിലക്കുറവിൽ നല്ല കട്ട് പീസ് തുണികൾ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ച 3 മീറ്റർ തുണിയാണിത്, 150 രൂപയ്ക്ക്. ആദ്യം ഫ്രോക്ക് നൈറ്റി തയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു വേണ്ട, വേറൊരു മോഡൽ നൈറ്റി സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ കണ്ടുപിടിച്ചൊരു നൈറ്റിയാണ് കേട്ടോ ഇത്. ആദ്യം തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ട് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കുള്ള എൻ്റെ ഇറക്കത്തിന് പാകത്തിന് ഞാൻ ആ തുണിയെ 2 പീസാക്കി എടുത്തുട്ടാ. ഇനി ആദ്യം ബാക്കിലത്തെ ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണിയെ അങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ നടുവൊന്ന് മടക്കിയെടുക്കുക. ഇത്ര മാത്രം ചെയ്യുന്നുള്ളൂ. നമ്മൾ ചുരിദാറൊക്കെ കട്ട് ചെയ്യുന്ന പോലെ 4ആക്കി മടക്കണമെന്നില്ല. സ്റ്റിച്ചിങ് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വീഡിയോ എടുക്കേണ്ടതെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു എടുത്ത് കളയാം, എന്താവും എന്നുള്ളത് അറിയില്ലല്ലോ. ഞാനിതിൻ്റെ ഫ്രണ്ട് പോർഷനിലെ നെക്കിനാട്ടോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നമുക്കറിയാമല്ലോ, നൈറ്റിയെല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിനെ 2ആക്കി മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിതങ്ങനെ നിവർത്തിയിട്ടുട്ടാ. ഇനി നമുക്കിത് അടയാളപ്പെടുത്തിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ആദ്യം ബാക്ക് സൈഡാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പാകത്തിനുള്ള ഒരു നൈറ്റി എടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയലിന് മുകളിൽ ഇങ്ങനെ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നൈറ്റി അത്ര ഇറക്കത്തിൽ അങ്ങ് കിടക്കുന്നത് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്തായാലും നൈറ്റി നമ്മുടെ മെറ്റീരിയലിൻ്റെ മേലെ വിരിച്ചിട്ടിട്ട് അതിലുള്ള അളവുകൾ കറക്റ്റായിട്ട് ഇതിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടിട്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലെ ഭാഗം കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ മാക്സിയുടെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ബാലൻസ് വന്ന ഭാഗമാണിത് കേട്ടോ. അപ്പോൾ നമുക്കിതിന്ന് നമ്മുടെ മാക്സിക്കുള്ള കൈയൊക്കെ ഉണ്ടല്ലോ, കൈയൊക്കെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ആ തുണിയൊന്ന് മടക്കിയിട്ട് കൈയിന് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഞാനിതിൻ്റെ സ്റ്റിച്ചിങ് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാതിരുന്നത്. അപ്പോൾ കൈ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം നമുക്ക് നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള കഴുത്തിനൊക്കെ വേണ്ടി കട്ട് പീസൊക്കെ വേണ്ടി വരുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് മാറ്റിയിട്ടതാണ്. ഇനി നമുക്ക് മാക്സിയുടെ ഫ്രണ്ടിലേക്കുള്ള ഭാഗം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ തുണി മടക്കി വിരിച്ചിട്ടതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തുണിയും കൂടി അങ്ങനെ വിരിച്ച് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബാക്ക് സൈഡത്തെ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് വിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വിരിച്ചിട്ട് കൊടുക്കുന്നത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുത്തൊക്കെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ അവിടേക്കല്ല, നമ്മൾ കൈക്കൂടിയൊക്കെ കട്ട് ചെയ്തെടുക്കില്ലേ, ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈക്കൂടി ആ ഒരു സൈഡിലേക്ക് വരും. നമ്മുടെ കഴുത്ത് ഇത്രയും നീളത്തിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെ തുണി വിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിലെ കഴുത്താണ് കേട്ടോ ഈ കാണുന്നത്. കൈക്കുഴി നേരത്തെ കട്ട് ചെയ്തെടുത്ത ഭാഗത്തിൻ്റെ അതുപോലെ തന്നെയാണ് കഴുത്താണ് കേട്ടോ ഇത്രയും നീളത്തിൽ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്കിതിൻ്റെ കഴുത്തൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കാനുള്ളത്. അപ്പോൾ ഞാൻ കഴുത്തിനോട് ഒരു ലൈസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫൈനലി നമ്മുടെ റിസൾട്ട് ഇതാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിതൊരിക്കലും ഇത്രയും സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.